ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജംഷാദ്. സംഭവം ശരിയാണ്. ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റർ മേക്കിംഗ് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 5 മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു പോസ്റ്റർ മേക്കിംഗിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ 5 മാർക്ക് നഷ്ടപ്പെടുകയുള്ളൂ. സോ നോക്കാം എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളത്. ആക്ച്വലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലുള്ളതാണ് ഡിസൈൻ എ പോസ്റ്റർ ഫോർ വേൾഡ് റെഫ്യൂജി ഡേ ഇൻസ്പയർഡ് ബൈ ജോസഫ് സ്റ്റോറി ഫ്രം ദ യെല്ലോ അംബ്രല്ല. യെല്ലോ അംബ്രല്ലയുടെ ഏതാണ് വേൾഡ് റെഫ്യൂജി ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വന്നു. യുവർ പോസ്റ്റർ ഷുഡ് സെലിബ്രേറ്റ് ദ റെസിലിയൻസ് ആൻഡ് ദ ഹോപ്പ് ഓഫ് റെഫ്യൂജീസിനൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറയുന്നത്. യെല്ലോ അംബ്രല്ല നമുക്കറിയാലോ, ആ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ, ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മെസ്സേജ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതുപോലൊരു മെസ്സേജ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് എങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാം എന്നതിന്റെ ടിപ്സും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു 5 മാർക്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. സോ നിർബന്ധമായിട്ടും ഈ ഒരു രൂപത്തിൽ നിങ്ങൾ എന്താക്കുക, നാളെ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ആ സംഭവം യൂസ് ചെയ്യുക. നോക്കിക്കോ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ബോൾഡ് ആൻഡ് ലാർജ് ലെറ്റേഴ്സ് യൂസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്ന പെണ്ണ് കൊണ്ട് തന്നെ കുറച്ച് എന്താക്കിയ ബോൾഡ് ആക്കിയിട്ട് 2 തവണ അതേ ലെറ്റർ മേലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബോൾഡ് ആക്കാൻ കഴിയും. അത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ക്യാച്ചി സ്ലോഗൻസ് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂസ് ഷോർട്ട് ആൻഡ് പവർഫുൾ ഫ്രേസ് ആയിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ക്ലീൻ ഇന്ത്യ, സേവ് വാട്ടർ ആണെങ്കിൽ ക്ലീൻ ഇന്ത്യ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനെതിരെയൊക്കെയാണ് ക്ലീൻ ഇന്ത്യ, ഹെൽത്തി ഇന്ത്യ എന്നുള്ള ആ സ്ലോഗൻസ് ഒക്കെ ഭയങ്കര ചെറുതാക്കി ചുരുക്കി എഴുതുക. പക്ഷെ അതെന്താക്കുക, കുറച്ചുകൂടി അടിപൊളി ആൾക്കാരെ കാണുന്ന സമയത്ത് തന്നെ സേവ് വാട്ടർ സേവ് ലൈഫ് എന്നൊക്കെ കൊടുക്കുന്ന രീതിയിൽ. അതുപോലെ തന്നെ സിമ്പിൾ ഡ്രോയിങ് കൊടുക്കുക. അതുപോലെ തന്നെ അത് മാക്സിമം നീറ്റ് ആക്കി വെക്കുക. സിമ്പിൾ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ സേവ് വാട്ടർ ആണെങ്കിൽ വെള്ളത്തിന്റെ തുള്ളിയോ അല്ലെങ്കിൽ നേരത്തെ റെഫ്യൂജിന്റെ സാധനം ആണെങ്കിൽ പിന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും യുദ്ധത്തിന്റെ എന്തെങ്കിലും ഒരു AK-47 വെച്ചിട്ട് അതിനൊരു തെറ്റിടുക. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾസ് മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ ബോർഡേഴ്സ് അല്ലെങ്കിൽ ഫ്രെയിംസ്, അതായത് ഒരു ബോക്സിലായിരിക്കാം നിങ്ങൾ വരയ്ക്കുന്ന അല്ലെങ്കിൽ ആ പോസ്റ്റർ. അതുപോലെ തന്നെ കോൾ ടു ആക്ഷൻ, അതായത് മറ്റവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സേ നോ ടു പൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അവരോട് അങ്ങനെ ചെയ്യരുത്, അത് പിന്നെ ഭൂമിക്ക് ആപത്താണെന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം തടയണം എന്നുള്ള രീതിയിൽ എന്താക്കുക, കോൾ ഓഫ് ആക്ഷനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന്റെ മാർക്ക് കിട്ടിയിരിക്കും. അപ്പൊ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ചെയ്യണം, നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താക്കുള്ളൂ, ആ ഒരു മാർക്ക് കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ സേവ് വാട്ടർ എന്നുള്ള ഈ ഒരു തീമിലാണ് നമ്മൾ എന്താക്കുന്നത്, പോസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഒരു സപ്പോസ് പോസ്റ്റർ എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ കുറച്ച് എക്സ്ട്രാ പോസ്റ്റേഴ്സ് ഒക്കെ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പോസ്റ്റേഴ്സ്. പക്ഷെ നമുക്ക് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. ഓക്കെ, നമ്മൾ എക്സാം ഹാളിലാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ബോക്സ് വരയ്ക്കുക. ഓക്കെ, ബോർഡർ വരയ്ക്കുക. എന്നിട്ട് അതിൽ നമുക്ക് അത്യാവശ്യമായി സിമ്പിൾ ആയിട്ട് എന്താക്കാം, ഒരു പിന്നെ ചിത്രം വരച്ചു കൊടുക്കാൻ പറ്റും. യെസ്, തൽക്കാലം നമുക്കിപ്പോൾ തൽക്കാലം കളർ ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ എന്താക്കുന്ന ഒരു വെള്ളത്തിന്റെ കളർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഒരു പൈപ്പ് കൊടുത്തിട്ട് സിമ്പിളായിട്ട്. ഓക്കെ, ഓക്കെ, യെസ്. എന്നിട്ട് എന്താക്കാം, എഴുതി കൊടുക്കാം. നമ്മുടെ തീം എന്തായിരുന്നു, സേവ് വാട്ടർ എന്നുള്ളതാണ് തീം. സേവ് വാട്ടർ സേവ് വേൾഡ്. മാക്സിമം ബോൾഡ് ആക്കിയിട്ട് കൊടുക്കുക, കുറച്ചുകൂടി ബോൾഡ് ആക്കിയിട്ട് സെറ്റ് ആക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ ചെയ്യാം. ഓക്കെ, റെഡി ആണല്ലോ. സേവ് വേൾഡ്. എന്നിട്ട് വേണമെങ്കിൽ എന്താക്കാം, നമുക്ക് ഒരു ഭൂമിന്റെ ഒരു ചിത്രമൊക്കെ വരച്ചു കൊടുക്കാം. ഭൂമിന്റെ ചിത്രം എത്രത്തോളം ശരിയാകുന്ന അറിയില്ല. ഭൂമിയൊക്കെ പോലെ തോന്നില്ലേ? ഓക്കെ, റെഡി. ഇനി നമുക്ക് എക്സ്ട്രാ ഒരു കോൾ ഓഫ് ആക്ഷൻ ഒക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ no water.
ലൈഫ്. ഓക്കെ, ഇത് വേണമെങ്കിൽ ഇങ്ങനെ ബോക്സ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ബോക്സ് ആക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇനി ഒരു കോൾ ഓഫ് ആക്ഷൻ, don't waste water. ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു കോൾ ഓഫ് ആക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അതിന് 5 മാർക്ക് കിട്ടും. സോ ഇല്ലുസ്ട്രേഷൻ, ആ ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ നമുക്ക് എന്താക്കാം, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങളും ബാക്കി നിങ്ങൾക്ക് ഡയറി പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഡയറി, തോട്ട്സ്, അതുപോലെ തന്നെ ടെലിഫോണിക് കോൺവെർസേഷൻ, ലെറ്റർ തുടങ്ങിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ്, എഡിറ്റിംഗ് തുടങ്ങി കുറേ ക്വസ്റ്റ്യൻസ് സെറ്റാക്കാണ്ട്. അതൊക്കെ ഇന്ന് രാത്രി നമുക്ക് ഒരു മെഗാ മാരത്തോൺ ഉണ്ട്, അത് മിസ് ചെയ്യരുത്. ആ മെഗാ മാരത്തോണിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിൽ വരിക. അതുപോലെ തന്നെ മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മുടെ കംപ്ലീറ്റ് ഡിസ്കോഴ്സുകളുടെ ഒക്കെ ഫോർമാറ്റ് ഒന്നുകൂടി നമ്മൾ പറയുന്നതായിരിക്കും. സോ ഒരു ലൈവ് മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് കംപ്ലീറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇനി ഏതാണ് ഏറ്റവും പ്രയോറിറ്റി നൽകുന്നത് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് നിങ്ങൾ കമന്റ് അയക്കുക. അതുപോലെ ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് സീ അനദർ ക്ലാസ് വിത്ത് അനദർ സെഷൻ. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ. താങ്ക് യു.